ഹലോ, അപ്പൊ ഇങ്ങനെയാ നമുക്ക് അങ്ങ് തുടങ്ങിയല്ലേ. ഇതിപ്പം കുറച്ചായ നമ്മൾ ഈ വൈക്ക് വന്നിട്ട് കാര്യമൊന്നും പറയണ്ടോ. തിരക്കോട് തിരക്ക്, പിന്നെ മടിയോട് മടി. എന്താ വേണ്ടേ? ഇതിപ്പോ എന്താ പുതുച്ചോറൊക്കെ ആയിട്ട് വന്നതെന്ന് വെച്ചാല് ഒരു വയസ്സ് വരെ എനിക്ക് പുറത്തുനിന്ന് മീൻ ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് ഭയങ്കര അലർജറ്റിക് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. സോറി, അലർജറ്റിക്. സംഭവം വീട്ടിലുണ്ടാക്കുന്ന ഫുഡിന് വല്ല വില ഒന്നും ഇല്ലെങ്കിലും ഫിഷ് ഐറ്റംസ് വീട്ടിൽ ഉമ്മ ഉണ്ടാക്കിയാൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. പക്ഷേ ഈ പൊതിച്ചോറ് എന്ന് പറയുന്ന ഈ പ്രതിഭാസം ഭയങ്കര ട്രെൻഡായതോടെ മെല്ലെ മെല്ലെ പയ്യെ പയ്യെ ഞാനും ഫിഷ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ തുടങ്ങി. സോറി, ഫിഷ് കൂട്ടൂല, പക്ഷേ കറി കൂട്ടും. ഹലോ, ഇവളെ കൊണ്ട് ഉമ്മ ഇന്ന് വരുന്ന സമയത്ത് ഒരു പൊതിച്ചോറ് കൊണ്ടുവന്നി. അതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ കുളിക്കണം. സോറി, കുളിയില്ല, മാറ്റണം, മേക്കപ്പ് ഇടണം, ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകണം. ഇനി അങ്ങോട്ട് പിള്ളേർ യൂണിഫോം ഇട്ട് അടക്കുന്ന പോലെ എന്നെ ഈ ഡ്രസ്സിൽ തന്നെയായിരിക്കും നിങ്ങൾ കാണാൻ. ഈ ടീഷർട്ട് എനിക്ക് എന്തോ വിലയാണെങ്കിൽ പിടിച്ചിനി. അത് പിന്നെ എങ്ങനെയാണല്ലോ, നിങ്ങളൊന്ന് പെരുത്തങ്ങ് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്ത് ഒന്നിനും കൊള്ളാത്ത പരിവാക്കി ഇടുന്നത് വരെ ഉള്ളിലൊരു ത്വരയാ. എങ്ങനെ പോയാലും കൈ അതിന്റെ മുകളിൽ തന്നെ പോകുള്ളൂ. അങ്ങനെ ഒരു സാധനമാണ് എന്റെ ഈ പെർഫ്യൂം. അപ്പൊ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന പെർഫ്യൂമിനെ പറ്റിയിട്ട് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, താഴെ ലിങ്ക് കൊടുക്കാം. പിന്നെ ആക്കേണ്ട ബാഗ് നോമിന്റെ പുതിയൊരു പരീക്ഷണമാണാലും ഔട്ട്ഫിറ്റിന്റെ പുറം ഓവറോൾ നല്ല മാച്ച് ഉണ്ട്. എനിക്കറിയില്ല, ഇവിടുന്ന് ബസ് ചെയ്യുന്നു, ഗ്രൗണ്ടിൽ ചെന്ന് ഇറങ്ങുന്നു, കാർ ഓടിക്കുന്നു, തിരിച്ചും ബസ് ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ എന്തിനാ ലിപ്സ്റ്റിക്കും തൂക്കിയെടുത്ത് പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അതൊരു ചടങ്ങാണ്, സ്റ്റീലായി. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഒപ്പം സബ്സ്ക്രൈബും. സോ ബൈ.